വന്ദന ഫ്രാൻസിസിന്റെ വീട് സന്ദർശിച്ച ശേഷം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്, അതായത് നേരത്തെ സംഘപരിവാർ സംവിധാനവുമായി ചർച്ച നടത്തിയ കേരളത്തിലെ സഭാ നേതൃത്വം പുനർചിന്തനം നടത്തണമെന്നാണ്. സംഘപരിവാർ നേതൃത്വവുമായിട്ട് ചർച്ച നടത്തിയവർ പുനർവിചിന്തനം നടത്തേണ്ട സാഹചര്യത്തെക്കുറിച്ചൊന്നും ഇവിടെ ഈ സമയത്ത്, അതാണ് പക്കാ രാഷ്ട്രീയം പറയുക എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയമല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങളിതിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമോ പ്രതികൂലമോ ആക്കി മാറ്റാനല്ല ആഗ്രഹിക്കുക. ഞങ്ങളിതിനെ ഭരണഘടനാപരമായ വിഷയമായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ നിലപാടിൽ നിന്ന് സഭയ്ക്ക് മാറ്റമില്ല. ഈ പരിപാടിക്കിടയിൽ നടന്ന ഒരു ഒറ്റ മുദ്രാവാക്യത്തെ കുറിച്ചും കൂടെ ചോദിച്ചിട്ട് അവസാനിപ്പിക്കുക. അതായത് കേക്കും ലഡുവുമായി ആരും ഇനി അരമനയിലേക്ക് വരേണ്ടതില്ല എന്നായിരുന്നു ഇവിടുത്തെ മുദ്രാവാക്യം. അങ്ങനെ ഒരു നിലപാട് സഭയ്ക്കുണ്ടോ? കേക്കും ലഡുവുമായിട്ട് എൻ്റെ അടുത്ത് ഇതുവരെ ആരും വന്നിട്ടില്ല. തീർച്ചയായും ആ ആക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. സ്ഥിതിവിവര കണക്കുകൾ തന്നെ. ഇതും അതിൻ്റെ ഭാഗമാണല്ലോ. ഇതും അതിൻ്റെ ഭാഗമാണ്. അല്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധർ ഇങ്ങനെ അഴിഞ്ഞാടാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. സംസ്ഥാനത്ത് കേസെടുക്കുന്നതിനെ കുറിച്ചല്ല ഞങ്ങളുടെ പരാതി. ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രമാണിച്ച് അല്ലെ പ്രയോഗിച്ച് ആളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ശേഷം പിന്നെ നമുക്ക് കേസിനെ കുറിച്ച് പറയുന്നതിൽ അർത്ഥമില്ല. അത് ശിക്ഷ വിധിച്ചു കഴിഞ്ഞതാണ്. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള വകുപ്പുകൾ ചേർത്ത് കഴിയുമ്പോൾ ആ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. അതുകൊണ്ട് കേരളത്തിലെ കേസിനെയും ഛത്തീസ്ഗഡിലെ കേസിനെയും ഒരേ വെയിറ്റേജിൽ കാണാൻ പറ്റുമോ എന്നുള്ളത് സംശയാസ്പദമാണ്.